ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മളിന്ന് എക്കണോമിക്സിലൊരു പുതിയ ചാപ്റ്ററൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മണി ആൻഡ് ക്രെഡിറ്റ്. അത് കമ്പാരിറ്റീവ്ലി ഒരു ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മാത്രമല്ല നിങ്ങളുടെ ഒരു റിയൽ ലൈഫിലും കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. ഓക്കെ, സോ ആസ് എ നെയിം ഇൻഡിക്കേറ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. മണിയെക്കുറിച്ചും അതുപോലെ ക്രെഡിറ്റ് മീൻസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ലോൺ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ ചാപ്റ്റർ വിത്ത് ദ ടോപ്പിക് ബാർട്ടർ സിസ്റ്റം. നിങ്ങൾ പലരും കേട്ട് പരിചയിച്ചൊരു ടോപ്പിക് തന്നെയാണ് ബാർട്ടർ സിസ്റ്റം. അതായത് ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് മണിയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്നൊരു സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആയിരുന്നു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ തുടങ്ങാം. ബാർട്ടർ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ഇൻ വിച്ച് വൺ കമ്മോഡിറ്റി ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ കമ്മോഡിറ്റി. നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ പണമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഒരു കമ്മോഡിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗുഡിന് വേണ്ടി മറ്റൊരു ഗുഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ എനിക്കൊരു കിലോഗ്രാം മീറ്റ് വേണമെങ്കിൽ ഞാനൊരു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഐ എം എ ഫാമർ. അപ്പോൾ എനിക്കൊരു കിലോ മീറ്റാണ് വേണ്ടതെങ്കിൽ ഞാനൊരു കിലോഗ്രാം കുക്കുംബർ കൊടുത്തിട്ട് ഒരു കിലോഗ്രാം മീറ്റ് വാങ്ങുന്നു. ആ ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം. ഇനി സാധാരണ നമുക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഒരുപാട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും, ഒരുപാട് ഡീമെറിറ്റ്സ് ഉള്ള ഒരു സിസ്റ്റമാണല്ലോ ഇത് എന്നുള്ളത്. So that's our next topic. What are the demerits of barter system? അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡീമെറിറ്റ് ആണ്, ഇത് പലപ്പോഴും CBS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. എന്താണ് ഈ ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്? നിങ്ങൾ ഈ കോയിൻസിഡൻസ് എന്ന വാക്ക് പലരും കേട്ട വാക്കാണ്, നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അപ്പോൾ എന്താണ് എക്കണോമിക്സിലെ ആ വാക്കിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. ഇവിടെ ഈ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, the double coincidence of wants mean that both the parties have to agree to sell and buy each other's commodity. That is, what a person decides to sell is exactly what the other person wish to buy. അതായത് പിന്നെ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ, ഞാനൊരു ഫാമറാണ്, എനിക്ക് സെല് ചെയ്യാനുള്ളത് 1 കിലോഗ്രാം ഓഫ് കുക്കുംബറാണ്. ബട്ട് ഇൻ റിട്ടേൺ എനിക്ക് വേണ്ടത് 1 കിലോഗ്രാം ഓഫ് മീറ്റാണ്. പക്ഷേ ആ മീറ്റ് സെല്ല് ചെയ്യുന്ന ആൾക്ക് കുക്കുംബർ ആവശ്യമില്ലെങ്കിലോ? അപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം വരും. അതാണ്, അപ്പോൾ അവിടെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെ കൊടുക്കാൻ കാരണം, ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് വരുന്നില്ല. അതായത് വാട്ട് എ പേഴ്സൺ ഡിസൈഡ് ടു സെൽ ഷുഡ് ബി എക്സാക്ട്ലി വാട്ട് ദ അതർ പേഴ്സൺ വിഷ് ടു ബൈ. നമ്മൾ എന്താണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതാ വാങ്ങുന്ന ആൾക്ക് ആവശ്യമുള്ളതായിരിക്കണം. അതാണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്. പക്ഷെ പലപ്പോഴും ഈ ബാർട്ടർ സിസ്റ്റത്തിൽ ആ ഒരു ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് സംഭവിക്കുന്നില്ല. സോ ദാറ്റ്സ് എ ഫസ്റ്റ് ഡിമെറിറ്റ്, ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. ഇനി സെക്കൻഡ് ഡിമെറിറ്റ് ആണ് ലാക്ക് ഓഫ് എ കോമൺ മെഷർ ഓഫ് വാല്യൂ. അത് നമുക്കറിയാം, ഇപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ അതേ എക്സാമ്പിളിന് എടുക്കാം. ഇപ്പോൾ ഞാൻ സെല്ല് ചെയ്യുന്നത് 1 കിലോഗ്രാം കുക്കുംബറാണ്, എന്നിട്ട് എനിക്ക് കിട്ടുന്നത് 1 കിലോഗ്രാം മീറ്റാണ്. നമുക്കറിയാം രണ്ടിൻ്റെയും വാല്യൂ സെയിം അല്ല. ഇനി പോട്ടെ, മീറ്റിന് വരെ നമുക്ക് അവിടെ ഒരു 1 കിലോഗ്രാം ഓഫ് ഗോൾഡ് ആക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ആ ക്വാണ്ടിറ്റി മാത്രമേ സെയിം വരുന്നുള്ളൂ, പക്ഷേ ഒരിക്കലും വാല്യൂ സെയിം അല്ല. പക്ഷേ ഇതൊക്കെ സോൾവ് ചെയ്യാൻ ആർക്ക് കഴിയുള്ളൂ? നമുക്ക് മണി ഉപയോഗിച്ച് മാത്രമേ ഇതെല്ലാം സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ബിക്കോസ് ഹിയർ മണി ആക്ട് ആസ് എ ഗുഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സോ അതാണ് രണ്ടാമത്തെ പോയിന്റ്. അവിടെ ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ വരുന്നില്ല, വാല്യൂ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി തേർഡ് ഡിമെറിറ്റ് ഓഫ് ബാർട്ടർ സിസ്റ്റമാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് സർട്ടൻ ഗുഡ്സ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു, ഇവിടെ നമ്മൾ ഒരു കമ്മോഡിറ്റി സെൽ ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും എല്ലാം മണി വാല്യൂ നോക്കിയിട്ടല്ല. അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഡിവിസിബിലിറ്റി ഓഫ് സർട്ടൻ ഗുഡ്സ്. അതായത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ആൾക്ക് ഒരുപാട് കൗ ഉണ്ട്. ഇയാൾക്ക് ഈ കവിനൊരു വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ, ആ വാല്യൂവിൻ്റെ പകുതി വിലയ്ക്കുള്ള കുറച്ച് ക്ലോത്ത് ഇയാൾക്ക് ആവശ്യമാണ്. കവിൻ്റെ എത്രയാണോ വാല്യൂ, ആ വാല്യൂവിൻ്റെ പകുതി വാല്യൂ ഉള്ള കുറച്ച് ക്ലോത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് ഇയാൾക്ക് ആവശ്യമാണ്. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻ ദിസ് കേസ് ഈ കനോട്ട് ഡു ദാറ്റ് വിത്തൗട്ട് കില്ലിങ് ഇസ് കൗ. അപ്പോൾ ഈ പശുവിൻ്റെ പകുതി വാല്യൂ ഉള്ള തുണി കിട്ടണം എന്ന് പറയുമ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും അതിനെ കൊല്ലേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റും ആ ഒരു ഡിവിഷൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ തേർഡ് പോയിന്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഡിവിസിബിലിറ്റി ഓഫ് സർട്ടൻ ഗുഡ്സ്. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യാനാണ് നമ്മൾ പിന്നീട് മണി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഡിമെറിറ്റ് ആണ് ഡിഫിക്കൽറ്റി ഇൻ സ്റ്റോറിങ് വാല്യൂ. നമുക്കറിയാം, പണം നമുക്ക് ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആസ് എ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്ന പഠിക്കാൻ വരുന്നുണ്ട്, നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്.
പക്ഷേ അതേ സമയത്ത് നമുക്ക് ഈ കമ്മോഡിറ്റി, ഹൗ ലോങ് ക്യാൻ വി സ്റ്റോർ ദീസ് കമ്മോഡിറ്റി? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫാമറാണ് വിചാരിക്കുക, ഞാൻ കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇമാജിൻ ടൊമാറ്റോ. അപ്പോൾ നമുക്കറിയാം ടൊമാറ്റോ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് ഇറ്റ്സ് എ പെരിഷബിൾ തിങ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അതാണ് ഒരു നെക്സ്റ്റ് ഡിമെറിറ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റോർ. സോ ഡിഫിക്കൽട്ടി ഇൻ സ്റ്റോറിങ് വാല്യൂ. സോ ഇപ്പോൾ ഇതൊക്കെയാണ് ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമെറിറ്റ്സ്. 4 demerits we discuss about barter system. അതിൽ ഫസ്റ്റ് വൺ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്, ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. ചിലപ്പോൾ അത് വൺ വേർഡിന് ഇത് മാത്രമാണ് ചോദിച്ച് കാണാറുണ്ട്, ഡിഫൈൻ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്നുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക്കാണ് മോഡേൺ ഫോംസ് ഓഫ് കറൻസി. നമുക്കറിയാം കറൻസി ഒരുപാട് എവല്യൂഷന് വിധേയമായിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ആൻഷ്യൻ കറൻസിയും മോഡേൺ കറൻസിയും കമ്പയർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു അത്ര ഇമ്പോർട്ടൻറ്റ് ചോദിക്കാറില്ല ക്വസ്റ്റ്യൻ, എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം ഫോംസ് ഓഫ് മണി ഹാവ് അണ്ടർഗോൺ സെവറൽ ചേഞ്ചസ് സിൻസ് ഏർലി ടൈംസ്. അതിൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള 3 പോയിന്റ് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുള്ളൂ അവിടെ. ഫസ്റ്റ് പോയിന്റ്, ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് കോയിൻസ് എ വെറൈറ്റി ഓഫ് ഒബ്ജക്ട്സ് വാസ് യൂസ്ഡ് ആസ് മണി. അതായത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോയിൻസ് ആയിരുന്നു, അതാണ് ഫസ്റ്റ് ഫോം ഓഫ് മണി. ലേറ്ററാണ് നമുക്ക് കറൻസി നോട്ടെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോയിനും വരുന്നതിന് മുമ്പ് നമ്മൾ മറ്റ് പല കമ്മോഡിറ്റിക്കായിരുന്നു നമ്മൾ പല ഒരു മണി ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതിൽ കാറ്റിൽ വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് ചില പ്രഷ്യസ് മെറ്റൽസ് വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ മണിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റ്, ഇൻ ദ വെരി ഏർലി ഏജസ് ഇന്ത്യൻസ് യൂസ് ഗ്രെയിൻ ആൻഡ് കാറ്റിൽ ആസ് മണി. നമ്മൾ വേദിക് ഏജിലോ ചിലപ്പോൾ ഗ്രേഡ് 6 പഠിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ കൂടുതൽ കാറ്റിലുള്ള ആളാണ് ഒരു വെൽത്തി മാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ആൻഷ്യൻ ടൈമിലെ ഗ്രെയിൻ അതുപോലെ കാറ്റിൽ ഇതൊക്കെയായിരുന്നു നമ്മൾ മണിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദർ ആഫ്റ്റർ കെയിം ദ യൂസ് ഓഫ് മെറ്റാലിക് കോയിൻസ്. പിന്നീടാണ് കോയിൻ്റെ ഉപയോഗം തുടങ്ങുന്നത്, സച്ച് ആസ് ഗോൾഡ്, സിൽവർ, കോപ്പർ കോയിൻസ്. നമുക്ക് കാണാൻ പറ്റും മുമ്പ് ഉപയോഗിച്ചിരുന്ന പല കോയിനും പ്രഷ്യസ് മെറ്റൽസ് ഉപയോഗിച്ചുണ്ടാക്കിയ കോയിനായിരുന്നു. നൗ തേർഡ് പോയിന്റ്, മോഡേൺ ഫോംസ് ഓഫ് മണി ഇൻക്ലൂഡ് കറൻസി, പേപ്പർ നോട്ട്സ് ആൻഡ് കോയിൻസ്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കറൻസി, പേപ്പർ നോട്ട്സും അതുപോലെ കോയിനുമാണ്. പക്ഷേ ഈ കോയിൻ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റും, ഒരു ഡിഫറൻസ് ഉണ്ട്. ആൻഷ്യൻ ടൈമിൽ യൂസ് ചെയ്തിരുന്ന കോയിനും ഇപ്പോൾ നമ്മൾ മോഡേൺ ടൈംസിൽ യൂസ് ചെയ്യുന്ന കോയിനും നമ്മുടെ ഒരു മേജർ ഡിഫറൻസ് വരുന്നുണ്ട്. Unlike the things that were used as money earlier, modern currency is not made of precious metals. കോയിൻ്റെ കാര്യം മാത്രമല്ല, കറൻസി പേപ്പർ നോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പണ്ടുണ്ടായിരുന്ന കറൻസി അല്ലെങ്കിൽ കോയിനെല്ലാം അത് പ്രഷ്യസ് മെറ്റൽസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ കണ്ടു ഗോൾഡ്, സിൽവർ തുടങ്ങിയ പ്രഷ്യസ് മെറ്റൽസ് യൂസ് ഉണ്ടാക്കിയ കോയിൻസ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ആ കോയിനിൻ്റെ എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ള മെറ്റലിനല്ല വാല്യൂ ഉള്ളത്, അതിലുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം സിഗ്നേച്ചർ, അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാറുണ്ട് RBI ഗവർണർ. അപ്പോൾ അതിനൊക്കെയാണ് വാല്യൂ ഉള്ളത്, അല്ലാതെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റലിനല്ല വാല്യൂ ഉള്ളത്. സോ ഇൻ ഷോർട്ട് ഈ 3 പോയിൻ്റാണ് നിങ്ങൾ എവല്യൂഷൻ ഓഫ് മണി അല്ലെങ്കിൽ മോഡേൺ ഫോംസ് ഓഫ് മണി എന്ന ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. നമ്മൾ പലരും കേട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കാം ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതൊന്നുമില്ല, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു മണി ഉണ്ടല്ലോ, അതിന് പറയുന്ന അത് അറിയപ്പെടുന്നൊരു പേരാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, സി ദ ഫസ്റ്റ് പോയിന്റ്, എ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് എ ഡെപ്പോസിറ്റ് വിത്ത് ദ ബാങ്ക്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി, അതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ദാറ്റ് പീപ്പിൾ ഹാവ് ദ പ്രൊവിഷൻ ടു വിഡ്രോ ദ മണി ആസ് ആൻഡ് വെൻ ദേ റിക്വയർ. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആസ് പെർ അവർ വിഷ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സിൻസ് ദ ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്സ് ക്യാൻ ബി വിഡ്രോൺ ഓൺ ഡിമാൻഡ്, ദീസ് ഡെപ്പോസിറ്റ്സ് ആർ കോൾഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതുപോലെ നമ്മളാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സോ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോൺ ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതായത് ഓൺ അവർ ഡിമാൻഡ് വി ക്യാൻ withdraw that deposit at any time. That's why it is known as demand deposit. ഇനി as you know, demand deposit earn an amount as interest. നമ്മൾ കുറച്ച് പണം വീട്ടിൽ സൂക്ഷിച്ച് വെക്കുന്നതും അതേ സമയം പണം തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. കാരണം ബാങ്കിൽ ഗീവ് us some amount known as interest, depends on our amount, the amount we deposit.
അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു മണിക്ക് അനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ്, ദേ ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ലൈക്ക് മണി. ഇന്ന് ഒരു നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന പണത്തെ പോലെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പണം തന്നെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് വെച്ചിരിക്കുകയാണെങ്കിലും നമുക്കത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ത്രൂ മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, അതുപോലെ നമുക്ക് അത് വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് നമുക്കത് എങ്ങനെ വി ഹാവ് ആക്സസ് ടു ദിസ് ബാങ്ക് അക്കൗണ്ട് ഓർ ബാങ്ക് ഡെപ്പോസിറ്റ്. അതായത് ഈ പോയിന്റിൽ പറയുന്നത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, എങ്ങനെയൊക്കെയാണ് നമുക്കത് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ബൈ യൂസിങ് എ ചെക്ക് വി ക്യാൻ വിഡ്രോ ഓർ വി ക്യാൻ യൂസ് ദാറ്റ് മണി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചെക്കെല്ലാം ഒരുപാട് മറ്റ് മോഡേൺ വേസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാര്യമായിട്ട് കൊടുത്തിരിക്കുന്ന ചെക്കിൻ്റെ കാര്യം മാത്രമാണ്. സോ ദീസ് ആർ ദ 4 points അബൌട്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു വാക്കുണ്ട്, പുതിയ വാക്കല്ല, ഒരു ടേം വരുന്നുണ്ട്, ചെക്ക് എന്നുള്ളൊരു ടേം. അപ്പോൾ ഈ ചെക്കിനെ കുറിച്ച് ചില ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് CBSE എക്സാമിന് വേണ്ടി മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റിയൽ ലൈഫിൽ കൂടെ യൂസ്ഫുൾ ആണ്. എന്നിരുന്നാലും CBSEയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ചെക്കിനെ പറ്റി ചില ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. നമുക്ക് നോക്കാം, അടുത്ത ടോപ്പിക്ക് ചെക്ക് തന്നെയാണ്. ഈ ചെക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് നത്തിങ് ബട്ട് എ പേപ്പർ. എ ചെക്ക് ഈസ് എ പേപ്പർ ഇൻസ്ട്രക്റ്റിംഗ് ദ ബാങ്ക് ടു പേ സ്പെസിഫിക് എമൗണ്ട് ഫ്രം ദ പേഴ്സൺസ് അക്കൗണ്ട് ടു ദ പേഴ്സൺ ഇൻ ഹൂസ് നെയിം ദ ചെക്ക് ഹാസ് ബീൻ ഇഷ്യൂഡ്. അതായത് ആരുടെ പേരിലാണോ ആ ചെക്ക് എഴുതിയിട്ടുള്ളത് അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി ബാങ്ക് കൊണ്ട് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് പേപ്പർ, അതാണ് ചെക്ക്. ഇതിന് കുറച്ച് ടേംസോടെ അറിഞ്ഞിരിക്കണം നമ്മൾ. ഇതിൽ 3 ടേംസാണ് വരുന്നത്: ദ ഡ്രോവർ, പേയി ആൻഡ് ഡ്രോയി. ദ ഡ്രോവർ റൈറ്റ്സ് എ വേരിയസ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ദ മോണിറ്ററി എമൗണ്ട്, ഡേറ്റ് ആൻഡ് എ പേയി ഓൺ ദ ചെക്ക്. ഈ ഡ്രോ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് ഒരാൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ആ ചെക്ക് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളാണ് ഡ്രോവർ. സോ യു നീഡ് ടു റൈറ്റ് ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് നിങ്ങൾ എത്ര എമൗണ്ടാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഡേറ്റിലാണ് പേ ചെയ്യുന്നത്, അതുപോലെ ആരാണോ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് അയാളുടെ പേരൊക്കെ എഴുതണം. ഫസ്റ്റ് ടേം ഡ്രോവർ. സെക്കൻഡ് വൺ പേയ്. പേയ് എന്ന് പറയുന്നത് ആരുമല്ല, ആരാണോ അത് റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരുടെ പേരാണ് ചെക്കിൽ എഴുതിയിട്ടുള്ളത് അയാളാണ് പേയ്, കാരണം അദ്ദേഹമാണ് ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ്, വി നീഡ് ടു സൈൻ ദ ഡ്രോയർ. ആരുടെ അക്കൗണ്ടിൽ നിന്നാണോ ആരാണോ പൈസ കൊടുക്കുന്ന അയാളവിടെ സൈൻ കൂടെ ചെയ്യണം. അപ്പോൾ അത് ഓർത്ത് വെക്കണം. എമൗണ്ട് മെൻഷൻ ചെയ്യണം, അതുപോലെ ഡേറ്റ് മെൻഷൻ ചെയ്യണം. ആർക്കാണോ പണം കൊടുക്കുന്നത്, ഹീസ് നോൺ ആസ് പേയ്, അയാളുടെ പേര് മെൻഷൻ ചെയ്യണം. അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാസ്റ്റ് വണ്ണാണ് ഡ്രോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓർഡറിങ് ദ ബാങ്ക്. നേരത്തെ പറഞ്ഞു, ആ ബാങ്കോട് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് അതിൽ സൂചിപ്പിച്ച എമൗണ്ട് ആ പേയ്ക്ക് പേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ മറ്റൊരു ടേമാണ് ഡ്രോയി. ഈ ഡ്രോയി എന്ന് പറയുന്നത് ആരാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാങ്കാണ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ പേയ്ക്ക് പണം നൽകുന്നത്. ആക്ച്വലി നൽകുന്നത് ഇവിടെ ഡ്രോയർ ആണെങ്കിലും അതിനൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആ ബാങ്കാണ്. സോ ബാങ്ക് ഈസ് നോൺ ആസ് ഡ്രോയി ടു പേ ദാറ്റ് പേഴ്സൺ ഓർ കമ്പനി ദ എമൗണ്ട് ഓഫ് മണി സ്റ്റേറ്റഡ്. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, ഡ്രോ എന്ന് പറയുന്നത് ആരാണോ പണം നൽകുന്നത്, ആരുടെ അക്കൗണ്ടിൽ നിന്നാണോ പൈസ കൊടുക്കുന്നത് അദ്ദേഹമാണ് ഡ്രോവർ. പേ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു റിസീവ് ദാറ്റ് എമൗണ്ട്, ആരാണോ പണം റിസീവ് ചെയ്യുന്നത് അദ്ദേഹമാണ് പേയ്. ഈ ഡ്രോയി എന്ന് പറയുന്നത് അതിന് ബാങ്ക്, എസ്പെഷ്യലി ബാങ്കാണ് നമ്മുടെ ഡ്രോയി എന്നുള്ള ടേമിൽ വരുന്നത്. എത്രയാണ് ചെക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം, ഇറ്റ്സ് ഡീമെറിറ്റ്സ് ആൻഡ് സംതിങ് അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് മണി ഓർ നോൺ ആസ് മോഡേൺ ഫോംസ് ഓഫ് മണി ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ആ ഡിമാൻഡ് ഡെപ്പോസിറ്റ് വരുന്നൊരു ടേം ആയിരുന്നു